ഹലോ എന്നോടാ പറഞ്ഞ് നിൽക്കാൻ തോന്നിയവർക്കൊക്കെ ഇടിച്ചു കയറാനുള്ള സ്ഥലമല്ല ഇത്. അറിയാം, നല്ലവണ്ണം അറിയാം. എന്നിട്ടാണോ ഞാനിവിടെ കുന്തം വിഴിക്കിയതുപോലെ നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ കയറിപ്പോയത്? ഓ, മൈൻഡ് ചെയ്തില്ല, അതാണ് കുഴപ്പമല്ലേ? അതിനെന്താ മൈൻഡ് ചെയ്ത് കളയാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഗുഡ് ഈവനിങ്, ഗുഡ് ബൈ. ഓക്കെ. എടോ, തന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ട് കസ്റ്റംസ് കളക്ടർ ഒന്ന് കാണേണ്ട ആവശ്യം. ഞാൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മതിയെങ്കിൽ പിന്നെ കസ്റ്റംസ് കളക്ടർ കാണേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇന്ന് ലീവാ, അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. അയാളുടെ തൊട്ട് താഴെ ആരെങ്കിലും കാണുമല്ലോ, ഞാൻ അയാളെ കണ്ടോളാം. കാര്യം എന്താണെന്ന് പറയാതെ ആരെയും കാണാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ കാണാൻ പറ്റുമെന്ന് പിന്നെ ബലം പ്രയോഗിക്കണോ? അയ്യോ, എന്താ ഇത്? സാർ, സാറാണോ ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ? ഞാൻ സാറിന് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനാണ് വന്നത്. ഇൻഫർമേഷനോ? അതെ സാർ, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ. വാട്ട്? പക്ഷേ അതിനു മുമ്പ് ഇയാളെ ഒന്ന് പുറത്താക്കണം. എന്താടോ സാർ, ഇയാള് പുറത്ത്. ഇയാളാരും ഞാൻ നോക്കിക്കോളാം. പോയി ഡ്യൂട്ടി. പ്ലീസ് ഗോ. മിസ്റ്റർ രാജപ്പൻ. രാജപ്പനോ? അല്ല സാർ, ഈ കൂട്ടുകാരൊക്കെ കളിയാക്കി റോജപ്പൻ റോജപ്പൻ എന്ന് വിളിച്ചു അങ്ങനെ ആയിപ്പോയതാ. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. സാർ, 1 കോടി രൂപയുടെ സ്വർണവും അത് കൊണ്ടുവരുന്ന കള്ളക്കടത്തുകാരന്റെ ഏജന്റിനെയും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അതിനു മുമ്പ് ഈ ഏർപ്പാടിൽ എനിക്ക് എന്ത് കിട്ടുമെന്നറിയണം. 1 കോടി രൂപയുടെ സ്വർണം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിട്ടും. അതായത് 20 ലക്ഷം രൂപ. ആണല്ലോ. എന്നാ സാറിന്റെ ഫുൾ അഡ്രസ്സിങ് തന്നെ. എന്തിനാ? അഥവാ ഇൻഫർമേഷൻ കൊണ്ട് സാറ് മുങ്ങിയാലും എനിക്ക് തപ്പി പിടിക്കാമല്ലോ. താൻ തരുന്ന ഇൻഫർമേഷൻ സത്യമാണോന്ന് എന്താ ഉറപ്പ്? ഓ, ഡൗട്ട് ഉണ്ടല്ലേ? ഞാൻ വേറെ വല്ല ഓഫീസർമാരെ കണ്ടോളാം. ഐ എം സോറി റോജപ്പൻ, എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇതിനു മുമ്പ് പല ഇൻഫർമേഷൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്നെ പാര വെക്കാനുള്ള കള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. എനിക്ക് പ്രൊമോഷന് പകരം ഡിമോഷൻ ആണ് കിട്ടിയത്. അറിയാമോ മിസ്റ്റർ റോജപ്പൻ, എന്റെ ജൂനിയർ ആയിരുന്ന റഷീദിനെ വരെ സല്യൂട്ട് വെക്കേണ്ട ഗതികേടാണ് എനിക്കിപ്പോ ഉള്ളത്. സാർ പേടിക്കണ്ട, ഞാൻ കള്ളം പറയില്ല. ഇപ്രാവശ്യം സാറിന് പ്രൊമോഷൻ ഉറപ്പാ. ഓക്കെ, എന്നാ താൻ പറ, ആരുടെ കയ്യിലാ സ്വർണം? ദുബായ് ഫ്ലൈറ്റിൽ വരുന്ന ഒരാളുടെ കയ്യിൽ. Oh my God, flight land ചെയ്തു. Come on. From Dubai has arrived. Passengers are requested to go through customs. സംഗതി വളരെ രഹസ്യമായിരിക്കണം. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? വാട്ട് പ്രോബ്ലം? എക്സ്ക്യൂസ് മീ, ഈ പെട്ടിയെ നോയിക്കോണേ, ഞാനിപ്പോ വരാം. ജീവന് വലിയ വിലയുള്ളതാ സാറേ. കള്ളക്കടത്തുകാരെങ്കിലും അറിഞ്ഞാൽ അവന്മാര് വല്ല റോഡിലും വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലും. ഒരുത്തരും വെടിവെക്കില്ല. താൻ ആളാരെന്ന് പറ. ആദ്യത്തെ കൗണ്ടറിന്റെ മുമ്പിൽ മൂന്നാമത് നിൽക്കുന്നവരിൽ ആരുമില്ല. പിന്നെ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. പിന്നെ ഒഴിച്ചാ പോരെ? ഇപ്പൊ തന്നെ ഒഴിക്കണം. ഇപ്പൊ തന്നെ ഒഴിക്കണോ? വല്ലാത്ത ടെൻഷൻ ഉണ്ട്. എന്നാ വേഗം പോയി ഒഴിച്ചിട്ടോ, എന്റെ കൈ ധരിക്കുന്നു. ഓ, ഗോൾഡ് ഇതിനകത്തുണ്ട്. പുറത്തിറങ്ങിയാലുടൻ ഈ ഗോൾഡ് ഒളിപ്പിക്കാനും നമ്മുടെ ഡ്രസ്സുകൾ മാറ്റാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയറൻസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തു വരാം. നീ വണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അതൊന്നുമല്ല പ്രശ്നം. വെളിയിൽ ഒരു മണക്കൻ കസ്റ്റംസ് ഓഫീസർ നിൽപ്പുണ്ട്. അയാളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങുന്ന കാര്യം ഓർക്കുമ്പോഴാ. മൂത്രമൊഴിച്ചോ? ഇനി ആളാരാന്ന് പറ. കണ്ടയാളെ പല ഡയറക്ഷനിൽ നിന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ചാ. ആള് മാറിപ്പോയാൽ സാറിന്റെ ജോലി പോയില്ലേ? ശരിക്കും നോക്കിയിട്ട് ആളാരെന്ന് പറ. അത് രണ്ടാമത്തെ കൗണ്ടറിൽ നാലാമത് നിൽക്കുന്ന ആള്. ആ വയസ്സനോ? അതെ. എടോ രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ?
അയാള് തൈരിശാദം കഴിച്ചിട്ട് ദിവസം 5 ആയി കാണും. ആ അപ്പാവിടെ കയ്യിലാണോ സ്വർണം? ഇവിടെയാണ് നിങ്ങൾ കസ്റ്റംസുകാർക്ക് തെറ്റുപറ്റുന്നത്. ഞങ്ങൾ ഇൻഫോർമേഷന് തെറ്റ് പറ്റാത്തത്. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മാത്രമേ കള്ളക്കടത്തുകാരാവുള്ളൂ സാറേ. തന്നെ എനിക്ക് വിശ്വസിക്കാം. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ അയാളുടെ ആൾക്കാർ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതെനിക്ക് അപകടമാണ്. ഞാൻ പിന്നീട് സാറിനെ കോൺടാക്ട് ചെയ്തോളാം. ഓൾ ദി ബെസ്റ്റ്. Please don't block the way. Right? Excuse me, gentlemen. It's you. Come on. നിന്നെ ആ ടോയ്ലറ്റിനകത്ത് കാണുന്നവരെ എന്റെ ചങ്കിൽ ഇടിത്തിയായിരുന്നു. എടാ ജമാലേ, ഈ റോണി വിൻസെന്റ് ഒരു കാര്യം ഏറ്റത്. സംഗതിയൊക്കെ ശരി, പക്ഷെ അളിയനൊരു കുഴപ്പം പറ്റി. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് നിന്റെ വണ്ടിയുടെ നമ്പർ ഒരു പോലീസുകാരൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യട്ടടാ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം തോന്നി പിടിച്ച? ആ പാവം മമ്മൂട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഏത് മമ്മൂട്ടി? എടാ, നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് സാക്ഷാൽ ഭരത് മമ്മൂട്ടിയുടെ വണ്ടിയിലാണ്. ആ KCF 369 മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറാ. ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കേസുണ്ടെങ്കിൽ മമ്മൂട്ടി തീർത്തോളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനൊക്കും. അമ്മച്ചറിയാ നിന്നെ. എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓസ്കർ അവാർഡ് കിട്ടിയേനെ. എന്തൊക്കെ ടെക്നിക്കൽ കൂടിയാന്നറിയാവോ ഞാൻ ടോയ്ലറ്റിനകത്ത് കിടന്നത്. എന്റെ മരിച്ചുപോയ തന്ത വിൻസെന്റ് ഏട്ടൻ എനിക്ക് ഓമനിച്ചിട്ട പേര് വരെ മാറ്റേണ്ടി വന്നു. റോജപ്പൻ എന്ന്. അല്ല, നീ കാണിച്ചു കൊടുത്ത ആ പട്ടരുടെ ഗതി എന്താണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതറിഞ്ഞൂടെ? ഇല്ല. അതോ ഗതി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തനിക്കുള്ള, ഇല്ലെങ്കിൽ എല്ലുപോലും ബാക്കി വെച്ചേക്കില്ല. ഈ പാവത്തിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട. മിസ്റ്റർ അരുൺദാസൻ, ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറാണ്. മിസ്റ്റർ റഷീദ്, അതിനു മുമ്പ് നിങ്ങൾ എന്റെ ജൂനിയർ ആയിരുന്നു. അത് പണ്ട്. ഇപ്പോൾ തന്റെ സീനിയർ ഓഫീസറാണ് ഞാൻ. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ജൂനിയർ ഓഫീസറായ ഞാൻ സ്മാർട്ട് ആവുന്നതിൽ തനിക്ക് കണ്ണുകടി ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കണ്ണുകടിയുമില്ല. ഈ പാവത്തിനെ ഉപദ്രവിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുകയായിരുന്നു. കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആ, സംഭവിക്കും. നിക്കടോ അവിടെ, പോകാൻ വരട്ടെ. എനിക്ക് സംശയം തോന്നിയ പലരെയും സാർ ഇതിനു മുമ്പും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരിക്കൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ MBയെ ഞാൻ അബദ്ധത്തിനേറി പിടിച്ചപ്പോ സാർ വലിഞ്ഞളഞ്ഞു. അത് മനഃപൂർവ്വം എനിക്കിട്ടൊരു പാരയായിരുന്നു. ഫലം എന്തായി? എന്റെ ഒരു കോർ ഇവിടുന്ന് തെറിച്ച് അവിടെ കയറി. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടാണ് ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാ ഞാൻ കൂടി ചെക്ക് ചെയ്യാം. വേണ്ട, സഹായിക്കണ്ട. എനിക്ക് പ്രൊമോഷൻ അങ്ങനെ പങ്കുവയ്ക്കാൻ ഉദ്ദേശമില്ല. ഞാൻ ചെന്ന് AC-യോട് റിപ്പോർട്ട് ചെയ്യും. ഞാൻ ആരുടെ അടുത്തോ റിപ്പോർട്ട് ചെയ്യണോ? ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. നിന്റെ പാപ്പാനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. Excuse me, I am Vishwanathan. YLR Vishwanathan. പടവാൾ പത്രത്തിന്റെ എഡിറ്റർ കം റിപ്പോർട്ടർ കം ഫോട്ടോഗ്രാഫർ, ഓൾ ഇൻ ഓൾ. കുറച്ച് ഹോട്ട് ന്യൂസ് കളക്ട് ചെയ്യാണ്. കസ്റ്റംസ് ഓഫീസർ മിസ്റ്റർ അരവിന്ദാക്ഷൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഓക്കെ, പോസ് പ്ലീസ്, പോസ് പ്ലീസ്, ചിരി പോസ്, പോസ്. താങ്ക് യു. ഗുഡ് ബൈ. കാണിക്കുന്നത് നിരപരാധിയായ ഒരു യാത്രക്കാരനെ ആവശ്യമില്ല അദ്ദേഹോത്തരം ചെയ്യുന്നു. ഇൻഫർമേഷൻ കിട്ടി സാർ. എന്ത് ഇൻഫർമേഷൻ? സോറി മിസ്റ്റർ റഷീദ്, അയാളെ പറഞ്ഞു. ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും. സാറേ, ഞാനെടുത്ത് വെച്ചോളാം. സാർ, സാർ, ഇത് സാർ. സാർ ഇപ്പോഴെന്ത് പറയുന്നു? സാറന്മാര് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇയാളെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ വിഡ്ഢിയായനെ. അങ്ങനെ വിഡ്ഢിയാകാൻ ഈ അരവിന്ദാക്ഷനെ കിട്ടില്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മുഴുവൻ മനസ്സിലാക്കണം. വാട്ട് എ സെൻസേഷണൽ ന്യൂസ്. ഐ ആം ലക്കി. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ. സർ, സർ എത്രയുണ്ട്? ഇത് ഏകദേശം 1 കോടി രൂപയുടെ സ്വർണ്ണം. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജ് തന്നെ താങ്ങാം. ഒന്ന് സാർ കൊഞ്ചു കൊണ്ട് മാറും, മാറും. എക്സാജറേറ്റിംഗ് സാർ. അവര് 40 പേരുണ്ടായിരുന്നു. തലങ്ങനെയും വിലങ്ങനെയും നെടുകയും കുറുകയും ഒളിച്ചിരുന്നും അല്ലാതിരുന്നുള്ള ആക്രമണം.
കയ്യിൽ വെട്ടുകത്തി, വടിവാള്, ചുരുട്ടുവാള്, പിന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വാളുണ്ടല്ലോ, എന്താ എന്റെ പേര് സാർ? അതെ, തുടങ്ങിയ മാരകായുധങ്ങൾ. അഭ്യാസികളാണ് അവർ ഓരോരുത്തരും. ഒടുവിൽ ഞാൻ കാവിലമ്മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാടൻ മുറങ്ങ് പ്രയോഗിച്ചു. അതിൽ അവര് വീണു. ആര്? താനോ? അല്ല, അവര്. പിന്നെ കണ്ണടച്ചോണ്ടുള്ളൊരു കീറലായിരുന്നു. കീറി. അപ്പോ തന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് ആ കീറലിനിടെ കിട്ടിയതായിരിക്കും. അല്ല ചേച്ചേ, ഇത് രാവിലെ വ്യായാമം എടുക്കുന്ന സമയത്ത് കാലൊന്ന് വഴുതി ഒരു ചെറിയ കീറൽ, അല്ല പോറൽ. തനിക്ക് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോടായിരുന്നോ? പോലീസ് വരുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയില്ല. അവർ ജീവനും കൊണ്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓടി സാർ. അത് പോട്ടെ. ആരായിരുന്ന ഇൻഫോമർ? അതൊന്നും അറിയില്ല. ഒരു ഇൻഫർമേഷനും ഇല്ലാതെ കയറി വന്നുള്ള ഒരു ആക്രമണമായിരുന്നു എന്റെ നേർക്ക്. അതല്ലടോ, പട്ടരെ പിടിക്കാനായി തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഇൻഫോമർ ആരായിരുന്നെന്നാ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് അവർക്കും അറിയേണ്ടിയിരുന്നത്. 3-4 പേര്, അല്ല 10-40 പേര് അടിച്ചെന്നെ ഈ പരുവത്തിലാക്കിയിട്ടും ഞാൻ ആ കാര്യം പറഞ്ഞില്ല. സാറിന്റെ വേല മനസ്സിലിരിക്കട്ടെ. തന്ത്രപൂർവ്വം എന്റെ ഇൻഫോർമർ ആരാണെന്നറിഞ്ഞ് അയാളിൽ നിന്നും എനിക്ക് കിട്ടേണ്ട വിവരങ്ങൾ തട്ടിയെടുത്ത് പല കേസുകളും പിടിച്ച് ക്രെഡിറ്റ് സ്വയം തട്ടിയെടുക്കാനുള്ള അടവ് നടപ്പില്ല. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. താൻ കേസ് എടുക്കയോ ക്രെഡിറ്റ് എടുക്കയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈ പൊല്ലാപ്പിലൊന്നും ഞാനില്ല. ഇന്ന് രാത്രി മുതൽ എനിക്ക് ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ ആഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി താനൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ? പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാണ്. അടികൊള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട്. എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാന്ന് എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് താങ്ങാം. ആട്ടെ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചെന്നാലും എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രക്ക് സർക്കുലേഷൻ ആയി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി 2. മുറി വേണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കണം. സോറി സോറി, എനിക്കതല്ല. എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാരമടങ്ങ് അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിലല്ല സാർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സാർ സാർ, വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാൻ എനിക്ക് പൈസ ഞാൻ തരാം. സാർ വയ്ക്കും. നാണമില്ലല്ലോ. 50 രൂപ ചീറ്റിപ്പോയല്ലേ? എടാ, നിന്റെ മുതലാളി എവിടെ പോയി കിടക്കുക? എന്റെ പടവാള് പോലുള്ള ഡൂക്ലി പത്രത്തിന് അങ്ങേര് പരസ്യം തരൂല. അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ. അങ്ങേരെ കണ്ട് ഒരു പരസ്യം ഒപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഉദിക്കൂ. അതിന് വിളിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുറച്ചു മുമ്പ് അലക്സ് എന്ന ആളെ അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോ. ആ, അന്ന് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്ടിൽ വന്ന ഡിറ്റക്റ്റീവ്. സാർ സാർ, 1 മണിക്കൂർ അല്ല 1 മിനിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞതാണല്ലേ? അറിയാം. ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. സാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ സാറിന് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും കേസ് പിടിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അരവിന്ദാക്ഷൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളല്ലേ? സാറിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ഓൺ ദ വേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, ഗർജിക്കുന്ന പടവാൾ പത്രത്തിന്റെ ആൾ ഇൻ ആൾ. തൽക്കാലം ഇന്റർവ്യൂ ഒന്നും വേണ്ട. അതെന്താ അതെന്താ? ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്ന, അത് പരസ്യമാക്കാൻ പാടില്ല. അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. കറക്റ്റ്. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഞാൻ വിക്രമൻ, ഹോട്ടൽ സീവേഴ്സിന്റെ ഓണർ. ഹലോ. ആര് ആര്? ഓണർ നിർത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അയ്യേ. അത് പോട്ടെ. പിന്നെ അരവിന്ദാക്ഷൻ സാറ് സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചിരിക്കാം. ഓ, ഒരു റിവാർഡിന്റെ കാര്യത്തിനായിരിക്കും. പുള്ളിയുടെ കെയർ ഓഫിൽ സർക്കാരിൽ നിന്ന് എനിക്കൊരു 20 lakhs rupees കിട്ടാനുണ്ട്.
20 lakhs. അതെ 20 lakhs എന്ന് പറയുമ്പോ എത്ര കോടി രൂപയാ? വിട് 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 ആരാ പോയ ബാക്കി? എക്സ്പോർട്ടർ കറിയാച്ചൻ, കൈ ചൂണ്ടിക്കറിയാച്ചൻ, റൂം നമ്പർ 303. ആ, പടവാളുള്ള പത്രത്തിനൊന്നും ഇന്റർവ്യൂ വരൂല. കാണുന്ന പോലെയൊന്നും അല്ല, ഡീസന്റ് പാർട്ടി സാർ. പോടെ. അയാളുടെ കൂടെ പോയതാരാണ്? അയാളുടെ ഭാര്യ. ഭാര്യയോ? അയാളുടെ ഭാര്യ വെച്ചിട്ട് 10 വർഷമായി. ഇത് കേസ് വേറെയാണല്ലോ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്. ഹോട്ടൽ സീവേഴ്സിൽ വ്യവസായ പ്രമുഖനായ കൈചൂണ്ടിക്കറിയാച്ചന്റെ രതിലീലകൾ. നാളെ എന്റെ പത്രം 500 കോപ്പി എക്സ്ട്രാ ചിലവാകും. എന്റെ ജോലി ആയിരിക്കും. ജോലി തെറിക്കട്ടെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിക്കും. ഞാനിത് റിപ്പോർട്ട് ചെയ്യണം. എന്റെ ജോലി. ഒരു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ആത്മാർത്ഥമായ കടമയാണ് പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം, മുഖം നോക്കാതെ എന്തും തുറന്നെഴുതുന്ന കരുത്തനായ ആദർശധീരനായ ഒരു പത്രാധിപരാണെന്ന്. വിവരമുള്ളവർ പറയുന്നത് കേട്ട് പഠിക്കണേ. ചേട്ടൻ വാ, കാര്യമുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലാളിയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടാ. സാർ ചായ. ചായയോ? ഞാൻ ചായ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. എന്നാലും ഒരു ചായ കുടിക്കണം സാർ. എന്നാലും ചായയോ? ആരടാ ഇവിടുത്തെ എന്നാലും ചായ? ആ അത് കൊള്ളാമല്ലോ, മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാ. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ഇവന്മാരൊരു ചായ. അയ്യോ അയ്യോ. നീ എന്താ ഇവിടെ? കാര്യമുണ്ട്, പറയാം. എന്ത് കാര്യം? എന്നോട് കാര്യം ഒരു സിംഗിളടി ബഹളം ഉണ്ടാക്കാതെ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഡബിൾ അടി. എന്റെ നെഞ്ചത്തിന് കാര്യം. എന്ത് ഫോട്ടോഗ്രാഫർ? എന്തോ എടാ നീ എന്ത് തെമ്മാടിത്തരമാണ് ഈ കാര്യം? ബഹളം ഉണ്ടാക്കരുത്. പോലീസ് വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. പോലീസോ? അതെ പോലീസ്. എവിടെ? പോലീസല്ല, താഴേന്ന് ബഹളം കേട്ടാ ഞാൻ ഓടി വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ റൂം ഒന്ന് ഒഴിഞ്ഞു തരണം. എന്റെ ജോലി പോകുന്ന കേസാ. എടാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇദ്ദേഹം പടവാൾ പത്രത്തിന്റെ നാളത്തെ പടവാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഒരു ന്യൂസ് ഉണ്ടാവും. ചതിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. എന്റെ മാനം പോകും. ഞാനുള്ളവനല്ലേ മാനം. ഞാൻ കാല് പിടിക്കാം. എഴുന്നേൽക്കണം. ഒന്നുമില്ലെങ്കിലും താരാ സെക്രട്ടറിയുടെ ഫാദറല്ലേ, വഴിയുണ്ടാക്കാം. ഒന്നും വന്നേ. എന്തിനാ? അത് ശരിയാവത്തില്ലെന്ന്. എന്തിനാ? ചതിക്കരുത്. ഒന്നും പറയണ്ട. കേട്ടോ? കേട്ടല്ലോ? കേൾക്കാതെ എന്ത് ചെയ്യും? ബാക്കി കാര്യം ഞാൻ പറയാം. ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് ഞാനൊരു ഗംഭീര പാർട്ടി തരും. കാശ് അങ്കിൾ തരും. അതെല്ലാം കൊള്ളാം, പക്ഷെ ഈ ഹോട്ടൽ വെച്ച് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോട്ടൽ വെച്ച്. ഓക്കെ. ആരുടെയും മുഖം നോക്കാതെ എല്ലാം തുറന്നെഴുതുന്നൊരു പത്രപ്രവർത്തകനാണ് ഞാൻ. എന്റെ 14 വർഷത്തെ പത്രപ്രവർത്തനത്തിനിടയിൽ ആദ്യമായി ഞാൻ എന്റെ പത്രത്തിന്റെ ചാരിത്രം നശിപ്പിച്ചു. എനിക്കിത് മറക്കണം. എല്ലാം മറക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു സ്ഥിരം മദ്യപാനിയൊന്നുമല്ല. കല്യാണത്തിന് ശേഷം ഇത് തൊടണമെങ്കിൽ അമ്മാവൻ പറയണം. പിന്നൊരു കാര്യം, അമ്മാവൻ ഇതൊന്നും പോയി താര എടുത്ത് പറയരുത്. പറയൂ? പറയൂ? ഇല്ല പറയത്തില്ല. അപ്പോ നമുക്ക് എപ്പ കല്യാണം നടത്താം? നമുക്കോ? അതല്ല, ഞാനും താരയും തമ്മിലുള്ള കല്യാണം എപ്പം നടത്താമെന്ന്. ഇതെനിക്കൊന്ന് ആലോചിക്കണം. അവിടെ ആലോചിച്ചോണ്ടിരുന്നോ? ആ ഡിങ്കിലാഫി ഫോട്ടോ ഉണ്ടല്ലോ, വാരാപ്പുഴ കത്രീനിന്റെ വടിയിൽ കൈകൊണ്ട് കറിയാച്ചാൻ തലവെച്ച് കിടക്കുന്ന ഫോട്ടോ. നാളത്തെ എന്റെ പടവാളിന്റെ ഫ്രണ്ട് പേജിൽ ജഗ 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 ജഗ. താന്റെ കൂടെ റൂമുണ്ടായിരുന്ന വരാപ്പുഴ കത്രീനാൾ അങ്ങനെയുണ്ട്, താൻ ഒതുക്കി തരുമായിരിക്കും. ഹലോ താര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷേക്കാൻ. നമസ്കാരം. ഓഹോ, ഇവിടം വരെ എത്തിയല്ലേ? എത്തേണ്ട അടുത്ത് എപ്പോഴായാലും എത്തിയല്ലേ പറ്റൂ. അകത്ത് ഡാഡിയുണ്ട്. നോ പ്രോബ്ലം. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നാണ് എന്റെ അഭിപ്രായം. താര എന്ത് പറയുന്നു? ഞാൻ ഡാഡിയെ വിളിക്കാം. അയ്യേ, ഡാഡിയെ അല്ല, ഞാൻ താരയാണ് സ്നേഹിക്കുന്നത്. ഡാഡിയുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ഓ യെസ്, വിളിക്ക്. അദ്ദേഹത്തിന് എന്നെ പറ്റി നല്ല അഭിപ്രായമാകാനേ വഴിയുള്ളൂ. അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഒന്ന് മാറി നിന്നേ. അമ്മാവാ, അമ്മാവാ, ഉറക്കൊന്നും അല്ലല്ലോ. അമ്മാവാ. മോളെ താര,
അതാരാ? അയ്യോ പാര. ആരാ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഫാമിലി ആണോ? വരൂ, ഹലോ, my dear. ഇരിക്ക്, ഇരിക്ക്. ഞാൻ പറഞ്ഞില്ലേ? ഇരിക്ക്. അല്ല അമ്മാവാ, നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്ത് തീരുമാനം? അത് ശരി. കേട്ടോ വരെ, ഇന്നലെ ഹോട്ടൽ CVF-ൽ വെച്ച് ചിരിച്ച് 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 ഈ അമ്മാവന്റെ ഓരോ വേലകളെ ഫാമിലി ഫോട്ടോ അമ്മാവാ. അതൊന്നും ഇവിടെ പറയണ്ട. സാരമില്ല അമ്മാവാ, എന്നായാലും ലോകം മുഴുവൻ അറിയാവുള്ളൂ. പറയണ്ട. എന്താ കാര്യം? അതായത് അതെ പറയണ്ട. ഞാൻ പറയും. പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തരം നിസ്സാര കാര്യങ്ങൾ പോലും അമ്മാവൻ മകളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. നിസ്സാര കാര്യമോ? അതെ അതെ, ഹോട്ടൽ CVF-ൽ വെച്ച് അമ്മാവൻ ഇന്നലെ ഒരു അക്കടി പറ്റി. ഞാൻ അമ്മാവനെ അതിൽ നിന്ന് സേവ് ചെയ്തു. ശരിയല്ലേ? അതെ. ഇതൊക്കെ ആർക്കും പറ്റാവുന്ന അബദ്ധമല്ലേ? അതിന് അമ്മാവൻ ഇങ്ങനെ ചമ്മിയാലോ? ഡാഡിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും സാധാരണ പറ്റാറില്ല, അതുകൊണ്ടാ. ആണോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഫാമിലി. ഇന്നലെ അമ്മാവൻ പറഞ്ഞത് അങ്ങ് മറന്നുപോയോ? എന്തോന്നു? എന്നെ പോലെ സുന്ദരനും സൽസ്വഭാവിയും സ്മാർട്ടുമായിട്ടുള്ള ഒരു മരുമകനെയാണ് അമ്മാവന്റെ ഭാവനയിലുള്ളതെന്ന്. അല്ല അതത്ര പെട്ടെന്ന് അമ്മാവനോട് പറയരുത്. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റില്ല. ലൈഫ് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. രാത്രി മുഴുവൻ ആലോചിച്ചു. ശരി, അമ്മാവന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. അല്ല അത് ഇവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അയ്യോ, അമ്മാവന് ഇഷ്ടമാണോ? എനിക്കോ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ. അമ്മാവൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് താര എന്ത് പറയുന്നു? അത് ആ, മടിക്കാതെ പറഞ്ഞോളൂ. അത് ഡാഡിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. അതിനിടയ്ക്ക് ആ പടവാളുകാർ വന്നിരുന്നു. പടവാളോ? പത്രം. അവർക്ക് ഈ ഫോട്ടോ വേണമെന്ന് ഫ്രണ്ട് പേജിൽ ഇടാൻ 25,000 രൂപ വരെ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. ചതിക്കരുത്. ചില കാര്യങ്ങൾ തീരുമാനമാകാനുണ്ട്, അത് നടന്നില്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നടക്കും. ഉറപ്പ്? ഉറപ്പ്. ടൈമായില്ല. ആണോ?